മോഷണക്കേസ് പ്രതികൾ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു. കൊല്ലം കടയ്ക്കൽ ചെറുകുളത്ത് വെച്ചാണ് അയ്യൂബ് ഖാൻ, സെയ്ദാലി എന്നിവർ രക്ഷപ്പെട്ടത്. പാലോട് പോലീസ് പ്രതികളെ വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരികയായിരുന്നു. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകാനുള്ളത്. സിജോ, ഈ രക്ഷപ്പെട്ട പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ നടത്തുകയല്ലേ? തിരച്ചിൽ തുടരുകയാണ്. അന്വേഷണം ഊർജിതമായി നടക്കുന്നുവെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലവും അതോടൊപ്പം തന്നെ സമീപ പ്രദേശമുള്ള എല്ലാ ജില്ലകളിലെയും പോലീസിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവിടെ നേതൃത്വത്തിലും പരിശോധന നടക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് ഉൾപ്പെടെ ഇതിന്റെ പരിശോധന നടക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 4:30 ഈ രണ്ടുപേരും രക്ഷപ്പെടുന്നത്. അയ്യൂബ് ഖാനും അതോടൊപ്പം തന്നെ സെയ്ദാലി, അയ്യൂബ് ഖാന്റെ മകനാണ് സെയ്ദാലി. ഇവർ രണ്ടുപേരും ഇവിടെ പാലോട് കടകൾ കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതികളാണ്. ഇവർ വയനാട്ടിലുണ്ടെന്ന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പാലോട് പോലീസ് അവിടെ എത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനിടെയാണ് ഇവർ രക്ഷപ്പെടുന്നത്. ഇവരിങ്ങോട്ട് പോരുന്ന സമയത്ത് പുലർച്ചെ 4:30 കടക്കലിൽ വെച്ച് അവിടെ വെച്ച് എത്തുമ്പോൾ ഈ ഡ്രൈവർക്ക്, ഈ വാഹനം ഓടിച്ചിരുന്ന പോലീസുകാരനായ ഡ്രൈവർക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അദ്ദേഹം വണ്ടി റോഡിന്റെ സൈഡിൽ ചേർത്ത് നിർത്തുന്നു. അതിനുശേഷം പുറത്തിറങ്ങി എന്നാണ് സംസാരിക്കുന്നത്. ആ സമയത്താണ് ഈ സീറ്റ് മടക്കി വെച്ചതിന് ശേഷം ഇവര് പുറത്തേക്ക് ചാടുന്നത്. അപ്പോൾ തന്നെ രക്ഷപ്പെടുന്നു. കൂടെ 4 പോലീസുകാരുണ്ടായിരുന്നു. പക്ഷേ ഇവരെ പിടികൂടാൻ സാധിച്ചില്ല. ഇവരെ കയ്യിൽ വിലങ്ങ് അണിയിച്ചിരുന്നു. ഇവരെ ഏറെ ദൂരം പോയിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണുള്ളത്. കാരണം ഇവരുടെ മുന്നിൽ നിന്നാണ്, പോലീസുകാരുടെ മുന്നിൽ നിന്നാണ് ഇവർ പോകുന്നത്. അപ്പോൾ തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും അലേർട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അധിക ദൂരം പോകാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളതാണ് ഉള്ളത് കണക്ക് കൂട്ടുന്നത്. പക്ഷേ മണിക്കൂറുകൾ ഇത്ര നേരമായി ഇതുവരെയും കിട്ടിയിട്ടില്ല. എല്ലാ സ്ഥലങ്ങളിലും അന്വേഷണം നടക്കുന്നുവെന്നാണ് കടയ്ക്കൽ പോലീസും വ്യക്തമാക്കുന്നത്.